ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് നമുക്ക് തയ്യാറാക്കിയെടുത്താലോ. വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിനിലേക്കൊക്കെ കൊടുത്താക്കാൻ പറ്റിയ സ്നാക്കും കൂടിയാണ്. ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾക്ക് കുറേ ദിവസം കേടുവരാതെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഞാനിതിവിടെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ എത്ര പഞ്ചസാരയാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ വേണം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിനി പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഈ വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിലേക്ക് തന്നെ 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അതാ ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ നമ്മളിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാലും നമുക്ക് മിക്സിങ് കൂടെ ശരിയായി കിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിതിവിടെ ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ടൈറ്റിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഈ സമയത്ത് നിങ്ങൾക്ക് മാവിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിതിവിടെ നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ടൈറ്റിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ. മാവ് തീരെ ലൂസാവാൻ പാടില്ല. അപ്പം നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് ബിസ്ക്കറ്റ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കൊരു ചപ്പാത്തി പലകൻ്റെ മുകളിലോ അതോ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന അതേപോലെ തന്നെ ഇത് പരത്തിയെടുക്കാം. നല്ല കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. എല്ലാ ഭാഗത്തും ഒരേപോലത്തെ തിക്നെസ് ആയിരിക്കണം. വല്ലാണ്ട് നൈസാക്കി പരത്തരുത്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ശരിയായി കിട്ടൂല. ഇപ്പോൾ അതാ ഞാനിതിവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും തിക്നെസ്സിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. മാവ് നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്തതാണെങ്കിൽ ഇത് തീരെ ഒട്ടിപ്പിടിക്കില്ല. നിങ്ങൾക്കിത് പരത്തിയെടുക്കാനും ഒട്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിതിവിടെ ഒരു കട്ടർ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാനിതിവിടെ ഇത്രയും തിക്നെസ്സിലാണ് ബിസ്ക്കറ്റ്സ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പം ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമ്മളിതുപോലെ തന്നെ പരത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ബിസ്ക്കറ്റ്സ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മൈദപ്പൊടി വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ മാവ് മൊത്തത്തിൽ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ അധികം ചൂടാക്കി എടുക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ്സിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ അത് ഓയിലിവിടെ ചെറിയ രീതിയിൽ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബിസ്ക്കറ്റ്സ് ഓരോന്നോരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ ഒട്ടും കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ബിസ്ക്കറ്റ്സ് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. എന്നാലേ ഇത് ശരിക്കും ഫ്രൈ ആയി കിട്ടുള്ളൂ. എല്ലാ ഭാഗത്തും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബിസ്ക്കറ്റ്സൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറായി കിട്ടുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് തണഞ്ഞ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറ് കൂടുതൽ ഡാർക്കായി വരും. അതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ബിസ്ക്കറ്റ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റ്സും നമുക്ക് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടും മൈദയൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ ബിസ്ക്കറ്റ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആട്ടോ. വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാനും പറ്റും. കുറേ ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും.
പിന്നെ നമ്മളിതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് തന്നെ മനസ്സിലാവുണ്ടാവും ഇത് എത്രമാത്രം ക്രിസ്പിയാണെന്ന്. രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.